എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് പഴയ ഫർണിച്ചർ അല്ലെങ്കിൽ വീട് പണിയുമ്പോൾ പഴയ സാധനങ്ങൾ മേടിച്ചിട്ട് വീട് പണിയുക. ഒരുപാട് സാധനങ്ങൾ, വാതിലുകൾ, ജനലുകൾ, അല്ലെങ്കിൽ അതേപോലെ ചിലവർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പഴയ ഫർണിച്ചർ വാങ്ങും. ഞാൻ ചെറിയ ഉദാഹരണമായിട്ട് പറയാം, നിങ്ങൾക്ക് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അങ്ങനെ കേൾക്കരുത്. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് എനർജിയുടെ ഫ്ലക്ച്വേഷൻസിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയപ്പോഴാണ്, ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. അതിന് മുമ്പ് ഞാനുമൊക്കെ ഇതുപോലെ ചില കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ തന്നെ പഴയ സാമഗ്രികളൊക്കെ മേടിച്ചിട്ട് ചെയ്യുന്നൊരു പ്രവണത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ എനിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞല്ല കേട്ടോ. പക്ഷേ ഞാനിത് നോട്ട് ചെയ്തിട്ടുണ്ട് പല സമയങ്ങളിലും. ഈ പഴയ സാധനങ്ങൾ നമ്മൾ മേടിച്ച് വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അത് ഉപയോഗിച്ചിരുന്ന ആൾ അല്ലെങ്കിൽ അതിൽ ഒരു വർക്ക് ചെയ്തിരുന്ന ഒരാൾ, ഉദാഹരണത്തിന് ഒരു കട്ടിൽ നിങ്ങൾ പഴയത് മേടിക്കുകയാണ്, ഒരു പഴയ കട്ടിൽ വില കുറച്ച് കിട്ടുന്നു, നല്ല ഭംഗിയുള്ളൊരു കട്ടിൽ, നല്ല പഴയ മോഡലുള്ള ഒരു ആൻറ്റിക് കട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങളത് വാങ്ങിക്കൊണ്ടൊന്ന് വീട്ടിലിടുന്നു. പക്ഷേ ഈ കട്ടിൽ ആരും ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിരുന്ന ആളുടെ എനർജി എങ്ങനെയുള്ള ആയിരുന്നു, അല്ലെങ്കിൽ ഒരാളതിൽ കിടന്ന് മരണപ്പെട്ടിട്ടുണ്ടോ, ഒരു ബാധയുള്ള ഒരാളതിൽ കിടന്ന് മരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കിങ്ങനെ അറിയാൻ പറ്റും അല്ലേ? അതൊരു കസേര അതേപോലെ തന്നെ, അതേപോലത്തെ ഒരു എനർജി മോശമായ ഒരാൾ ഉപയോഗിച്ചാണെങ്കിലോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഓരോ സാധനങ്ങൾ പഴയതാകും തോറും അതിൻ്റെ ആ ഒരു എനർജി എന്നെ കുറഞ്ഞു വരികയും ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ 25 ഇയേഴ്സ്, ഒരു വീട് പണിയുമ്പോഴൊക്കെ 25 ഇയേഴ്സാണ് പറയുന്നത്. ഞാൻ ഈ തച്ച് ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണ്. 25 വർഷമാണ് ഒരു വീടിൻ്റെ കാലാവധി. അത് കഴിഞ്ഞ് നമ്മൾ റീമോഡൽ ചെയ്യണം, അതിന് പെയിൻ്റെല്ലാം അടിച്ച് വൃത്തിയാക്കണം, കേടായ സാധനങ്ങളൊക്കെ മാറ്റി. കേടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് നെഗറ്റീവാണ്. അപ്പോൾ ആ കേടായ സാധനങ്ങൾ മാറ്റി. ഞാൻ എൻ്റെ വീട് റീമോഡൽ ചെയ്തതാണ്. ഇത് 35 വർഷം പഴക്കമുള്ളതാണ്. ഇപ്പോൾ ഒരു 5 വർഷം മുന്നേ ഞാൻ റീമോഡൽ ചെയ്തു. കേടുപിടിച്ച ജനലുകൾ എല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ അങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കി. അപ്പോൾ വീടിൻ്റെ എനർജി മാറി, ഷിഫ്റ്റ് വന്നു. എനർജി ഷിഫ്റ്റിലേക്ക്, പുതിയ എനർജിയിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ പഴയ സാധനങ്ങൾ മേടിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്കൊരു കമേഴ്ഷ്യൽ സാധനമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വീട്ടിലാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ അതേപോലെ നമ്മൾ ആ സാധനം കൊണ്ടുവന്നിട്ട് അതിനെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ശുദ്ധീകരിച്ച് എനർജി ക്ലിയർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ പഠിക്കണം ആദ്യം. ഇപ്പോൾ ഒരാളുടെ എനർജി എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറയുമ്പോഴാണ് ചിന്തിക്കുന്നത് എങ്ങനെ ചെയ്യുന്നുള്ളത്. എനിവേ, അതിന് നല്ലത് നിങ്ങൾക്ക് നമ്മൾ പണലാഭം നോക്കിയിട്ടാണല്ലോ നമ്മൾ പോയിട്ട് പഴയത് മേടിക്കുന്നത്. പക്ഷേ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മരത്തിൻ്റെ ഒരു ജനൽ വുഡിൻ്റെ നമ്മൾ വെക്കുമ്പോൾ, പണ്ടൊക്കെ നമ്മൾ മരമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് വാർക്കയുടെ കിട്ടും. വാർക്കയുടെ ഫ്രെയിം നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വിത്ത് അതിൻ്റെ ഗ്രില്ലൊക്കെ ഉള്ളത് നിസ്സാര പൈസ കിട്ടുന്ന സാധനം കിട്ടും. ഇപ്പോഴും വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ്. അത് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ചിലവിലും ഒരുപാട് ലാഭിക്കാൻ ചെയ്യും. കേടായി പോവുകയില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ആ സാധനം കംപ്ലൈൻ്റ് ആവില്ല. ഡോറ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയത് മറ്റേ മരത്തിൻ്റെ തന്നെ ഉണ്ടാക്കി വെക്കാം. അതിന് വേണമെങ്കിൽ വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. ഉള്ളിലത്തെ ഡോറുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഫൈബർ പോലുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്. അത് വെച്ചാലും മതി. ഉള്ളിൽ അത്ര സേഫ്റ്റിയുടെ ആവശ്യമില്ല. പുറം ഡോറ് മാത്രം വുഡിൻ്റെ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ വെക്കാം. ഇരുമ്പൊരു ഫാഷനാണ്. പക്ഷേ സ്റ്റീലിൻ്റെ ഐറ്റംസ് വെക്കുമ്പോൾ ചിലവുകൾ എനിക്ക് തോന്നുന്നു കൂടുതലായിരിക്കും തോന്നുന്നു. ഇപ്പോൾ റെഡിമെയ്ഡ് ഡോറുകളൊക്കെ വരുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്, സേഫ്റ്റി കൂടുതലാണ്. ഇരുമ്പാകുമ്പോൾ ഒരാൾക്ക് ബ്രേക്ക് ചെയ്യാനോ കത്തിക്കാനോ സാധിക്കില്ല. പുറം ഡോറുകൾ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരുപാട് മെറ്റീരിയൽസ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ പഴയ സാമഗ്രികൾ വാങ്ങി വെക്കുന്നത്, പഴയ വിഗ്രഹങ്ങൾ, ഞാൻ ഇതിനെപ്പറ്റി ഒരു പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പഴയ വിഗ്രഹങ്ങൾ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. പക്ഷേ അതെല്ലാം നല്ല പോസിറ്റീവാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങൾ ഒരു പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 1-2 വിഗ്രഹങ്ങൾ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് നല്ല വൈബ് തോന്നിയുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. പക്ഷെ അത് പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതല്ല, അത് കുറച്ച് പഴക്കം തോന്നുന്ന ഒരു വിഗ്രഹമായിരുന്നു മാത്രം.
അപ്പോൾ അതേപോലെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങുമ്പോൾ പഴയ വിഗ്രഹങ്ങളായാൽ പോലും വളരെ ആൻറ്റിക് സാധനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചിലക്കുണ്ട് ആൻറ്റിക് സാധനങ്ങൾ വാങ്ങി വെക്കുന്ന ആൾക്കാരുണ്ട്. ഈ ആൻറ്റിക് സാധനങ്ങൾ മേടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ചൈതന്യം നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചാൽ എത്രത്തോളം ഗുണകരമാകും എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമാണ്. അതിനെപ്പറ്റി നല്ലോണം പഠിച്ചിട്ട് വേണം അത്ര സാധനങ്ങൾ വീട്ടിൽ വെക്കാൻ. ചിലപ്പോൾ ആ സാധനം ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു അമ്പലത്തിൽ വെച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വിഗ്രഹമായിരിക്കും. അപ്പോൾ പൊടുന്നനമേ അത് അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിൽ ചൈതന്യം നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെറുതെ വെക്കുമ്പോൾ അതിനകത്തേക്ക് വേണ്ടുന്നതായ പൂജകൾ ചെയ്യണം, അല്ലെങ്കിൽ അതിനകത്തേക്ക് വേണ്ടുന്നതായ ഒരു ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്കത് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ ഒന്നിലധികം നിരവധി വിഗ്രഹങ്ങളും നമ്മളൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലും ഇത് എല്ലാം കൂടി പല പല എനർജീസ് ആയിരിക്കും. ഇപ്പോൾ ശൈവഭാവമുള്ള സാധനം, വൈഷ്ണവഭാവമുള്ള സാധനം. അപ്പോൾ ഈ രണ്ടിൻ്റെ എനർജി രണ്ടും ഡിഫറൻ്റ് ആയി. അപ്പോൾ എല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു ഊർജ്ജം ചിലപ്പോൾ നമുക്ക് മനുഷ്യർക്ക് താങ്ങാനായിട്ട് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതിന് നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന മുറികളിൽ വെക്കാതെ സെപ്പറേറ്റ് നിങ്ങൾക്കൊരു മുറി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ എൻ്റെ ഒരു പേഴ്സണലായ അഭിപ്രായം ഉണ്ടാകും. അതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു ധാരണ നിങ്ങൾ ആലോചിച്ചിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പഴയ സാമഗ്രികൾ മേടിച്ചിട്ട് പണിയുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ അമിതമായ ലാഭം നോക്കി പോയാൽ അതിനേക്കാൾ കൂടുതൽ അപകടം ഉണ്ടാകുക. അത് നല്ലോണം ആലോചിച്ച് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളൊരു ഫർണിച്ചർ കൊണ്ടുവന്നിട്ടിട്ട് ആ ഫർണിച്ചർ സ്ഥിരമായിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ എനർജി മാറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംഭ്രമം ഫീൽ ചെയ്യാം. ചിലപ്പോൾ ആ ഒരു കസേരയാണെങ്കിൽ ആ കസേര ഉപയോഗിച്ചിരുന്ന ഒരാളുടെ അയാളുടെ മാനസിക നില ഉണ്ടാവും, അയാൾക്കുണ്ടാകുന്ന കുറേ അസുഖങ്ങളുണ്ടാവും. പക്ഷേ അതവിടെ ആ എനർജിയുടെ ഒരു ഫോം അവിടെ ചിലപ്പോൾ ഉണ്ടാകാം. പറയാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റുന്നതല്ല. നിസ്സാരമായ കാര്യമല്ല കേട്ടോ ഇത്. കുറേ നാൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അതേപോലുള്ളൊരു വൈബ്രേഷൻ നിങ്ങളിലോട്ട് കയറി വരാം. ചിലപ്പോൾ ആ ഉപയോഗിച്ചിരുന്ന ഒരാൾ ചിലപ്പോൾ അയാൾ മരിച്ചിട്ടുണ്ടാകും, പക്ഷേ അയാളുടെ സോള് ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പ്ലേസിലായിരിക്കും അയാളിലേക്ക് ഇരിക്കുക. അല്ലെങ്കിൽ നമുക്ക് കേട്ടിട്ടുണ്ടാവും ചില സോളുകൾ ഇങ്ങനെ ഇത് ചെയ്യാറുണ്ട്. അതായത് അവർക്ക് ആ തലത്തിൽ നിന്ന് അവർക്ക് ലൈറ്റിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലായിരിക്കും അവരുടെ സഞ്ചാരം, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ അവർ ഇരിക്കുക, നടക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ട്രാവൽ ചെയ്യുക, അത്തരം കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അപകടങ്ങളിലേക്ക് പോകരുത്. എപ്പോഴും പുതിയത് തന്നെ വാങ്ങിയിട്ട് വീടൊക്കെ പണിയുമ്പോൾ പുതിയത് തന്നെ വെച്ച് പണിയാൻ ശ്രമിക്കുക. അതേപോലെ പഴയത് നിങ്ങൾക്ക് അതേപോലെ അറിയാവുന്ന ഒരു മെറ്റീരിയലാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ഉദാഹരണം നിങ്ങളുടെ വീട് തന്നെ പൊളിച്ചിട്ട് നിങ്ങൾ പുതിയത് പണിയുന്നിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി അവിടെ ഇരിക്കുന്ന സാധനം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊളിച്ച് പണിയുമ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അത് ഓക്കെയാണ്. അല്ലാതെ വേറൊരാളുടെ വീട് പൊളിക്കുന്നത് കൊണ്ടുപോയിട്ട് പണിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താമസിക്കാവുന്ന പാർപ്പിടത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നൊരു ഒരു പ്രോപ്പർട്ടിയാണെന്നിരിക്കുക. കമേഴ്ഷ്യലായിട്ട് വല്ല വാടക കൊടുക്കാനോ ഒക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, പഴയതിൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല മരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേക്കൊക്കെ ആണെങ്കിൽ അത് വർഷങ്ങളോടെ ഇരിക്കും. പക്ഷേ പഴയ മരങ്ങളാണെന്നുണ്ടെങ്കിൽ ഇരിക്കും, ഈട്ടിയൊക്കെ ആണെങ്കിൽ ഇരിക്കും. പക്ഷേ അല്ലാതുള്ള മരങ്ങളൊക്കെ ഒരു 25-30 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് കഴിഞ്ഞു. പിന്നെ നമ്മളത് കംപ്ലീറ്റ് അതിൻ്റെ പുറമേയുള്ള സാധനങ്ങളൊക്കെ ചിന്തയിൽ തള്ളി കളഞ്ഞിട്ട് അതിനകത്ത് ഓയിലൊക്കെ അടിച്ചിട്ട് പിന്നെ രണ്ടാമത് യൂസ് ചെയ്യാനൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് നിങ്ങൾ അത് മനസ്സിലാക്കുക, ചിന്തിക്കുക. പിന്നെ നമ്മൾ കാണാറുണ്ട് ഈ പഴയ മനകളൊക്കെ പൊളിച്ചിട്ട് ആളുകൾ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ബിൽഡിങ്ങുകൾ പണിയുന്നത്. പക്ഷേ റിസോർട്ട് പോലുള്ള സെറ്റപ്പ് ആണെങ്കിൽ അത് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, അത് നന്നായിട്ട് ഓടും. അല്ലെങ്കിൽ അതിന് ഒരു ടൈം വരെയും വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും ഞാൻ 2-3 സ്ഥലങ്ങൾ കണ്ടേക്കണത് ഇതേപോലെ പഴയ സാധനങ്ങൾ കൊണ്ടുവന്ന് പൊളിച്ച് പണിതേക്കണ ചില സ്ഥാപനങ്ങൾ കുറേ നാൾ അത് നന്നായിട്ട് ഓടും. ആദ്യത്തെ ആ ഒരു കുറച്ച് കൊല്ലങ്ങൾ 10-12 വർഷം നന്നായിട്ട് ഓടും. അത് കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥകൾ മോശമായിട്ട് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലും ഇതുപോലുള്ള എനർജിയുടെ ഇഷ്യൂ കൊണ്ടും വേണമെങ്കിൽ സംഭവിക്കാം, തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ പരമാവധി പഴയ സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ.